ഗൈസ്, അപ്പം ഇന്നൊരു മൂങ് ദാൽ ഫ്രൈ ഉണ്ടാക്കിയാണേ. എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കാനെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് തക്കാളിക്ക, വെളുത്തുള്ളി, സവാള, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ട്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നെയ്യ് ചൂടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചെറിയ ജീരകം ഞാൻ എല്ലാം പൊടിച്ചങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റണം. പിന്നെ കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മൂങ് ദാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണേ. വഴറ്റി എന്ന് പറഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലും നമ്മുടെ നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ. ഏറെ നെയ്യ് ഒഴിച്ച് അതിലും ജീരകം ഇടേണ്ടതാണ്. ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയില ഉണ്ട്, ഫ്രഷ് ആയിട്ടിരിക്കുന്ന മല്ലിയിലയിലെ അതും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അച്ചു എന്നെ നല്ലപോലെ ട്രോളുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചീര അരിയാനെടുത്തേ. മത്തനിലയിലോട്ട് നമ്മുടെ തഴുതാമ എല്ലാം കൂടെ വാരി വെച്ച് ചുരുട്ടി അങ്ങ് അരിഞ്ഞ്, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇല്ല കുഞ്ഞു ഇല എടുത്ത് അരിഞ്ഞെടുക്കാൻ ഭയങ്കര താമസമല്ലേ. പിന്നെ അതിന് വേണ്ടുന്ന അരപ്പൊക്കെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് അരിഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ എന്ന് കരുതി ഒരുപാട് തേങ്ങയൊക്കെ ഒതുക്കി വെച്ചേ. അപ്പോൾ വഴന്ന് വന്നപ്പോൾ അത് പൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വിളമ്പാന്ന് കരുതി. അപ്പോൾ ഇലത്തോരനെല്ലാം ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇലത്തോരനൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ലപോലെ ആഹാരം കഴിക്കും. പിന്നെ കുറച്ച് പപ്പടം കൂടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ കാച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് നോക്കുന്ന അച്ചുമോളാണ്. എനിക്ക് ഈ മഞ്ഞക്കറികളോട് തീരെ താല്പര്യമില്ല, എനിക്ക് എരിവുള്ള കറികളാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അച്ചുമോൻ ടേസ്റ്റ് നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ടാറ്റാ.